ഒരു പാവം പെൺകുട്ടിയോട് തെറ്റ് കാണിക്കാൻ ശ്രമിക്കുന്നതിന് ആരാണെങ്കിലും നല്ലതിനായിരിക്കില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിരിക്കും. ആവനി വിവേകമുള്ളവളാ. ശ്രീകരേട്ടൻ പറഞ്ഞതെല്ലാം അവൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. കുറച്ച് കാടുകൂടി കൊടുക്കാനുള്ളതല്ലേ, നമുക്ക് പോവാം. പോവാം. കയറ്. അമ്മേ, ചെറിയമ്മയുടെ ജീവിതം ചെറിയച്ഛന്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നേ. എന്നിട്ട് ഇങ്ങനെ ആയത് എന്താ അമ്മേ? വലിയ വീട്ടിലെ മരുമകളായിരുന്നതുകൊണ്ട് എല്ലാവരുടെയും ദൃഷ്ടി പതിഞ്ഞു കാണും. അതുകൊണ്ട് എല്ലാം ഇങ്ങനെയായത്. സാധനങ്ങൾ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാ എന്ത് കാര്യം ഓർത്താണ് നമ്മളെ വിഷമിക്കുന്നത്? ആ കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരുമെന്ന. അതുകൊണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി പോയതാ. ഇതെന്ത് കാടാ നിന്റെ കയ്യില്? ഇത് പരിചയമുള്ള ഒരാള് തന്നതാ. നിന്റെ പരിചയക്കാരാണോ അതോ നമ്മുടെ പരിചയക്കാരാണോ? എനിക്ക് പരിചയമുള്ളവരാ. അതിങ്ങിതാ, ഞാനൊന്ന് നോക്കട്ടെ. കണ്ടിട്ട് വിഷമിക്കാന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇങ്ങിതാ. ചേച്ചി, ഇതാരാ തന്നത്? നിഹാരിക്ക് ഏട്ടനും വഴിയിൽ വെച്ച് കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നാളെ നീ കല്യാണത്തിന് വന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കരുത്. അങ്ങനെയാണെങ്കി വന്നേക്ക്. അതല്ല വേറെ ഉദ്ദേശമാണെങ്കി വരണ്ട. തീരെ ബോധമില്ലേ നിനക്ക്? എന്തു പറ്റി ചേച്ചി? അവിടെ വെച്ച് തന്നെ അത് കീറി അവരുടെ മുഖത്തേക്ക് അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നോ? ക്ഷണപത്രം അങ്ങനെ കീറിക്കളയാൻ പാടില്ല ചേച്ചി. ഇത് അവളുടെ ക്ഷണപത്രം അല്ലേ? അപ്പൊ നിനക്കോ? നിന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുമ്പോ ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ആലോചിക്കുന്നതിന് പകരം അവള് ക്ഷണപത്രം തന്ന അതും പിടിച്ച് വീട്ടിലേക്ക് വരുവോ? നോക്ക്, ഈ പാവത്തരം കണ്ടിട്ടാ അവര് നിന്നെ ഇങ്ങനെ തട്ടി കളിക്കുന്നെ. നിന്റെ മനസ്സെന്താ കല്ലാണോ അവനി? ഇതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ലേ? എന്താ ഇങ്ങനെ നോർമലായിട്ട് നിൽക്കുന്നേ? പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അഗ്നിപർവ്വതം പോലെയാ ഞാൻ. എന്നിരുന്നാലും കല്യാണത്തിന് ഇനിയും 24 മണിക്കൂർ സമയമുണ്ടല്ലോ. എന്റെ ഈ താലി എന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിന്റെ ഈ വിശ്വാസം നിന്നെ നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. കാരണം നീ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാതെ അതും പറഞ്ഞുകൊണ്ട് നടക്കുക. ശരിയമ്മേ, എന്താ മോളെ? നിങ്ങളുടെ വിശ്വാസം സത്യാവോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടുപേരിലും ഒന്നില് തൊട്ടേ നിന്റെ ചെറിയമ്മ പോയി ആ കുടുംബത്തിന്റെ കാല് പിടിച്ചാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. അപ്പോഴാ നിന്റെ വിരല് തൊടുന്നത്. നിന്റെ കളിയൊന്ന് നിർത്ത്. നിങ്ങൾ പിടിക്ക് ചെറിയമ്മേ. പറഞ്ഞാ മനസ്സിലാവില്ലേ? ചേച്ചി, എന്തിനാ നിങ്ങൾ വെറുതെ ദേഷ്യം പിടിക്കുന്നേ? എന്നെ പോലെ സൗമ്യയുടേതായിട്ടുള്ള വിശ്വാസങ്ങള് അവൾക്കും ഉണ്ടാവും. ആരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ തെറ്റ് പറയരുത്. പെട്ടെന്നൊരു വിരല് തൊടി ചെറിയമ്മേ. ചെറിയമ്മേ ചെറിയച്ഛന് ഒരുമിച്ചായിരിക്കും. ചെറിയമ്മേ ചെറിയച്ഛന് ഒരുമിച്ചായിരിക്കും. ചെറിയമ്മേ, ഇതിനു മുമ്പ് നമ്മള് ഒരു പേപ്പറിൽ എഴുതിയപ്പോഴും ഇങ്ങനെ തന്നെയാ വന്നത്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വിശ്വസിച്ച് നടന്നാലേ അവസാനം കയ്യും വീശി തെരുവിൽ ഇറങ്ങേണ്ടി വരും. അപ്പൊ പഠിച്ചോളും രണ്ടുപേരും.
കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനമേ പുറത്തു വരൂ ചേച്ചി. അമ്മേ, വിരലിൽ തൊട്ടിപ്പോ വന്ന പോലെ മാത്രമേ നടക്കൂ. നടക്കണമെന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് മോളെ. ഞാൻ നിന്നെ താലി കെട്ടിയിട്ടുമില്ല, ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുമില്ല. ചെറിയമ്മയും ചെറിയച്ഛനും ഒരുമിച്ചായിരിക്കും. രാമന്റെ കൂടെ സീതയാ ഉണ്ടാവേണ്ടത്. ശൂർപ്പണക ഉണ്ടാവാൻ പാടില്ല. ശൂർപ്പണക എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും സീതാരാമരെ വേർപെടുത്താൻ കഴിയില്ല. നാളത്തോടെ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടായിരിക്കും. ഗൗതമി, എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാനാ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എല്ലാവരും ആ തിരക്കിലാ ഉള്ളത്. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ടപ്പ് ടപ്പേന്ന് നടക്കുന്നുണ്ട്. നിങ്ങൾ നാളെ നേരത്തെ ഇങ്ങ് വരണം. ശരി. ആ ഗൗതമി, പറ മോളെ. താങ്ക് യു സോ മച്ച്. എന്തിനാ മോളെ? ഇന്ന് ഞാൻ ഇത്ര സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളാ. ഞാൻ ആഗ്രഹിച്ച ആളുമായിട്ട് എന്റെ കല്യാണം നടത്താൻ പോവല്ലേ. അതിന് നിങ്ങൾക്കൊരു ബിഗ് താങ്ക്സ്. നിന്റെ കല്യാണം നടത്തേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ഓഫ് കോഴ്സ്, ബട്ട് ഞാൻ മറ്റുള്ള പെൺകുട്ടികളെ പോലെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ നടത്തുന്ന കല്യാണം അല്ലല്ലോ ഇത്. ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചിലപ്പോ എന്നെ പോലെ ഒരു പെൺകുട്ടിയും പാരന്റ്സിനെ ഇത്ര കണ്ട് ബുദ്ധിമുട്ടിച്ച് കാണില്ല. ഞാൻ അത്രയ്ക്ക് വാശി പിടിച്ച് നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പ്രേമിച്ച ആളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി പ്രശ്നങ്ങളും പോരാട്ടങ്ങളും യുദ്ധം വരെ നടത്തിയിട്ടുണ്ട്. ഫൈനലി ശ്രീകരനെ ഞാൻ സ്വന്തമാക്കാൻ പോകുക. എന്റെ ലൈഫിൽ എനിക്ക് ഇതിൽ കൂടുതൽ സാധിക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല. നീ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം നിന്നെ ഡിസ്റ്റർബ് ചെയ്യുമായിരിക്കും. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ കാര്യം? കല്യാണം സന്തോഷമായി നടക്കുവോ അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവോ എന്നൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനൊരു സംശയം വരാൻ? വികാസ് ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ ഇവിടെ നല്ല ടെൻഷനിലാ ഉള്ളത്. അവൻ എന്താ പറഞ്ഞേ? നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ആവനി വികാസിനെ കല്യാണം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തത്രേ. വാട്ട്? വികാസ് ഇത് പറഞ്ഞപ്പോ ഞങ്ങളും നിന്നെ പോലെ ഒന്ന് ഞെട്ടിയതാണ് ബേബി. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അവനി അവളുടെ ജീവൻ വേണമെങ്കിൽ കളയുമായിരിക്കും. പക്ഷെ ശ്രീകരനെ കൊണ്ട് താലി കെട്ടിച്ച ആ അവനി വികാസിനെ കൊണ്ട് സ്വപ്നത്തിൽ പോലും താലി കെട്ടിക്കില്ല. നിന്നെ പോലെ ഞങ്ങളും അതേ വിശ്വാസത്തിലാ ഉള്ളത്. പക്ഷെ വികാസ് ഇവിടെ നല്ല ആവേശം കാണിക്കുന്നുണ്ട്. അവനൊരു പൊട്ടന. അവൻ അതിനൊന്നും കഴിയില്ല. വേസ്റ്റ് കേസ് സിനാരിയോയിൽ പോലും അവനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ കഴിക്കില്ല. അതാലോചിച്ച് ടെൻഷൻ ആവണ്ട.
നീ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഒരു കല്ലെടുത്ത് വെച്ച പോലെയാ. ആവനിയും വികാസും ചേർന്ന് എന്തോ ഡ്രാമ കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ആവനെ കുറിച്ചും വികാസിനെ കുറിച്ചും ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഫുൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. സോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾ ദൈവത്തിനോട് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. കല്യാണം കഴിയുന്നത് വരെ ശ്രീകരന് ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടരുതെന്ന് മാത്രം. ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മുഹൂർത്തത്തിന്റെ സമയത്ത് താലി എന്റെ കഴുത്തിൽ അവൻ കെട്ടും എന്ന് വെച്ചാൽ നമ്മൾ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞതുപോലെയാ. അതിനുശേഷമുള്ള കഥ എങ്ങനെ സംഭവിക്കുന്നുവോ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും മോളൊന്ന് കുറച്ച് ശ്രദ്ധിച്ചു നിൽക്കണം കേട്ടോ. പറഞ്ഞ കേട്ടോ? ശരി ശരി ബൈ മോളെ. ബൈ. അവനിക്കിപ്പോഴും എന്തോ ഒരു ധൈര്യം ബാക്കി നിൽപ്പുണ്ട്. ആ ധൈര്യത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. നിഹാരിക, എന്താ മോള് എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ലമ്മേ. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും തന്നെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളെ ആരും മറന്നു പോവരുത്. ശരിയമ്മേ. എന്റെ അതേ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയുമായിട്ട് നാളെ എന്റെ മകന്റെ കല്യാണം നടക്കാൻ പോവാ. ഇതൊരു ചെറിയ ഉത്സവമല്ല മോളെ. ആ ഗ്രാമങ്ങൾക്ക് മറ്റെല്ലാ ഉത്സവങ്ങളെക്കാളും വലിയ ഉത്സവം തന്നെയാ. നാളെ എന്റെ കയ്യിൽ നിന്ന് നീ അമ്മയുടെ മൂക്കുത്തി സ്വീകരിക്കാൻ പോവാ. തലമുറകളായിട്ട് കൈമാറി വരുന്ന ആചാരങ്ങളെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. നിന്നെപ്പോലൊരാൾക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവില്ല. അത് ശരിയമ്മേ. ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്തവളാ. പക്ഷേ എന്താണെന്നോ? പറയുമോളെ, ഞങ്ങളുടെ അടുത്ത് നിനക്ക് എന്ത് കാര്യവും ഒരു മടിയും കൂടാതെ പറയാം. അത് വേറൊന്നും അല്ല അച്ഛാ. നാളെ ആവനിയുടെ ഭാഗത്ത് നിന്നോ വികാസിന്റെ ഭാഗത്ത് നിന്നോ നാളെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം നേരിടേണ്ടി വരുമെന്ന് അച്ഛനും അമ്മയ്ക്കും നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാ നമ്മൾ എന്തോ അവരോട് അനീതി കാണിച്ചതുപോലെ നമ്മളോട് അവര് ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും. അതിന്റെ പക അവർക്കുണ്ടാകും. അതുകൊണ്ട് ആവനിയോ വികാസോ അല്ലെങ്കിൽ സുജാതയോ മാത്രമല്ല, ആര് കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ നോക്കിക്കോളാം മോളെ. നിനക്ക് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതുപോലെ അതെ മോളെ, അവനെ ഞങ്ങളുടെ അനന്തരവളായിരിക്കും. പക്ഷേ ധർമ്മം തെറ്റിച്ചവരോട് ഈ വേദവതി ഒരിക്കലും ക്ഷമിക്കില്ല. എന്റെ കുടുംബം ആവനിക്ക് വലിയ വിലയും ബഹുമാനവും ഒക്കെ കൊടുത്തു. അതൊന്നും ആവനിക്ക് നിലനിർത്താൻ സാധിച്ചില്ല. നാളെ കല്യാണത്തിന് വന്ന് അവൾ എന്തെങ്കിലും ചെയ്ത് ഞാൻ ക്ഷമിക്കില്ല. അതുപോലെ നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞ എന്റെ ഭാര്യയായ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ ടെൻഷൻ ആവല്ലേ? നിങ്ങളെല്ലാവരും ഇത്രയ്ക്ക് ധൈര്യം പകരുമ്പോ ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? മോളൊന്നും ആലോചിക്കണ്ട. ആവനി, നീ ഇനി നിന്റെ സർവബുദ്ധി ഉപയോഗിച്ച് എന്റെ കല്യാണം എങ്ങനെയൊക്കെ മുടക്കാൻ ശ്രമിച്ചാലും നിനക്ക് കഴിയില്ല. കാരണം ആ വിധത്തിൽ ഞാൻ എന്റെ ഫാമിലിയെ മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശ്രീകറിന്റെ നിഹാരിയുടെയും കല്യാണശേഷം ആവനിയുടെ അവസ്ഥ എന്തായിരിക്കും? വികാസിനെ കല്യാണം കഴിക്കുന്ന എന്തിനാ അവള് വാക്കു കൊടുത്തേ? അവൻ എത്ര ദുഷ്ടനാണെന്ന് അറിഞ്ഞിട്ടും അവനോട് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പുറത്തേക്ക് പോയിട്ട് ഒരുപാട് സമയമായല്ലോ, ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഇപ്പൊ നിനക്ക് മുമ്പത്തെ അവസ്ഥയല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എങ്ങോട്ടാ പോണേന്നൊന്ന് പറഞ്ഞിട്ട് പോണം നീ. മനോവിഷമം താങ്ങാനാവാതെ ഞാനെങ്ങാനും ഇനി എന്തെങ്കിലും
ചെയ്യൂന്നുള്ള പേടിയുണ്ടോ? പിന്നെ എനിക്ക് പേടിയില്ലാതിരിക്കോ? എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും ചേച്ചി. അല്ലാതെ യാതൊരു അബദ്ധവും ഞാൻ കാണിക്കില്ല. ഈ കോടീശ്വരന്മാർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാണെന്ന് വിചാരിക്കും. അവരൊക്കെ ആത്മഹത്യ ചെയ്യാറില്ലേ? നിങ്ങളുടെ അനിയത്തിയുടെ കാര്യത്തില് അത്രയ്ക്കൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല ചേച്ചി. അതല്ല, എവിടുന്നാ നീ ഇപ്പൊ വരുന്നേ? ശരീരത്തിന് വയ്യാതായ ഹോസ്പിറ്റലിലേക്ക്, മനസ്സിനാണെങ്കിലോ അമ്പലത്തിലേക്ക്. കുട്ടിക്കാലം തൊട്ടേ നമുക്കൊക്കെ അറിയാവുന്നത് ഇത് രണ്ടും അല്ലേ? നാളെ എന്തെങ്കിലും അത്ഭുതം കാണിച്ച് അവരുടെ കല്യാണം മുടക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നതാണോ നീ? എന്നിട്ടിപ്പോ ധൈര്യം കിട്ടിയോ നിനക്ക്? അമ്പലത്തിനുള്ളിൽ ബന്ദിയായ ഭഗവാൻ നിന്നോട് ഏതു വിധത്തില് നീതി കാണിക്കുന്ന നീ പറയുന്നത്? നീതി കാണിക്കും ചേച്ചി. നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അതില് ദൈവത്തിന് ന്യായം തോന്നുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തോളും. എന്തോ എനിക്ക് നീ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി, ഞാൻ ഒരുപാട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അത്? നാളെ നമുക്ക് ശ്രീകരേട്ടന്റെ വീട്ടിലേക്കൊന്ന് പോകാം. എന്തിന്? അറിയാത്ത പോലെ എന്തിനാ ചോദിക്കുന്നേ? നിഹാരികയും ചേട്ടനും കൂടി നമുക്ക് ക്ഷണപത്രം തന്നിട്ടുണ്ടല്ലോ കല്യാണത്തിന് പോകാൻ. കാണിച്ച അപമാനങ്ങളും നീതികേടുകളും മാറ്റിവെച്ച് നമുക്കങ്ങോട്ട് പോകാം. ബന്ധുത്വം നോക്കിയാൽ നമ്മൾ പോകണ്ടേ? നിനക്കെന്താ വട്ടാണോ? അവരുടെ കല്യാണത്തിന് പോണെന്ന് പറയുന്ന എന്താ? കല്യാണം മുടക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ, അതിനു വേണ്ടി പോവാൻ നമുക്ക്. അക്ഷതങ്ങൾ എറിഞ്ഞ് ആശീർവദിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ വരുന്നില്ല. നീ എത്ര വാശി പിടിച്ചാലും ഞാൻ വരില്ല അവനി. നടക്കാനുള്ളത് അതിന്റെ വഴിക്ക് തന്നെ നടക്കും. നമുക്ക് എന്തായാലും നാളെ പോകണം. നടക്കാൻ പോകുന്ന ആഘോഷം കണ്ട് സഹിക്കാനുള്ള ശക്തി നിനക്കുണ്ടെങ്കിൽ നീ പോയിക്കോ. ഞാൻ വരുന്നില്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് ഇപ്പൊ സത്യം ചെയ്യ. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കണ്ട. നാളെ നിങ്ങൾ എന്റെ കൂടെ കല്യാണത്തിന് വന്നിരിക്കും. നാളെയാ കല്യാണം. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂളാ എന്ന് കരുതി ആവനി ഒന്നും ചെയ്യില്ലെന്ന് വിചാരിച്ച് വിശ്വസിച്ചിരിക്കാൻ പാടില്ല. ക്ഷണപത്രം കയ്യിൽ കൊടുത്ത് അവളെ ഒന്നുകൂടി വാശി പിടിപ്പിച്ചതുകൊണ്ട് അവളുടെ ശ്രമങ്ങൾ അവൾ തുടരും. നാളെ കല്യാണമായിട്ട് ആവേശത്തോടെ നിൽക്കുന്നതിന് പകരം ഡള്ളായിരിക്കുന്ന എന്താ നിഹാരിക? മുള്ളുവേലിയൊക്കെ കടന്ന് പുറത്തു വരുന്നത് പോലെ ആവനിയുടെ ശല്യം തീർന്നു കിട്ടിയല്ലേ? ഇനി എന്തിനാ ടെൻഷൻ? ആവനി നാളെ കല്യാണപ്പന്തലിലേക്ക് വന്ന് കല്യാണച്ചെക്കനെ തട്ടിക്കൊണ്ടു പോവാന്നുള്ള പേടിയിലായിരിക്കും പാവം. ശിവാംഗിയെ പോലുള്ള ഇവക്ക് ടെൻഷനോ? പുറത്തേക്ക് വലിയ ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പേടിയില്ലെന്നാണോ വിചാരിക്കുന്നേ? അതും സത്യം തന്നെയാ. ഒരാണിനു വേണ്ടി രണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ നടക്കുന്ന യുദ്ധമായത്. ഒരാളാണെങ്കിൽ താലി കെട്ടി കഴിഞ്ഞെന്ന് പറയുന്നു, മറ്റൊരാള് താലി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ആവനി എങ്ങാനും വന്നു കഴിഞ്ഞാ നാളെ കല്യാണ മണ്ഡപം ചെറുതായി ഒരു യുദ്ധഭൂമിയായി മാറും. എന്റെ ഊഹ ശരിയാണെങ്കി ആവനി വരാനുള്ള ധൈര്യം കാണിക്കില്ലെന്നാ തോന്നുന്നേ. അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ വരുമായിരുന്നു. അതില്ലാത്തത് കൊണ്ട് ഇപ്പോ ആവനി വരില്ലെന്നാ തോന്നുന്നത്. ഇല്ല ചേച്ചി, അവൾ ഉറപ്പായിട്ടും വരും. ശ്രീകരേട്ടന് വേണ്ടിയിട്ടാ അവൾ ഇവിടെ നിന്നത്. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശ്രീകരേട്ടനെ അവൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവനിയോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. നീ എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. നിഹാരിക, ഇതെന്താ നിഹാരികയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് തുടങ്ങാതെ നിങ്ങൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? കല്യാണ പെണ്ണിന്റെ കയ്യില് എപ്പോഴാണോ മൈലാഞ്ചി ഇട്ട് തുടങ്ങുന്നത് അപ്പോഴേ ശരിക്കും കല്യാണം തുടങ്ങുന്നതെന്നാ എല്ലാരും പറയാറ്. നിങ്ങൾ വേഗം തുടങ്ങിക്കോ. ശരി അമ്മേ. മോളെ നിഹാരിക, ഒരുപാട് വൈകാതെ മോള് സമാധാനായിട്ട് ഉറങ്ങിക്കോളൂ. നേരം വെളുക്കുമ്പോ മുഖത്ത് നല്ല തിളക്കമുണ്ടാവണം, കേട്ടല്ലോ?
ആയിക്കോട്ടെ അമ്മ. ഇത്രയും ദിവസം നീ എന്നെ അമ്മയെന്ന് വിളിച്ചപ്പോ എനിക്ക് എത്ര സന്തോഷം തോന്നിയിരുന്നു. നാളെ ശ്രീകര താലി കെട്ടിയ ശേഷം നീ അമ്മയെന്ന് വിളിക്കുമ്പോ അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാവും എനിക്ക്. അതൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ വേദവതി. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ കംഫർട്ട് സോണിലേക്ക് പോകില്ലേ? അപ്പൊ സന്തോഷാകില്ല, നിങ്ങളെ ടോർച്ചർ അനുഭവിക്കും. ശരി ശരി, നിങ്ങൾ തുടങ്ങിക്കോളൂ. ഇരിക്കെ. ഉം. ഇവിടെ നീ ഇപ്പൊ മൈലാഞ്ചി ഇടാൻ പോവാണ്. അവിടെ അവനി എന്താണോ ചെയ്യുന്നത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവിടെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുമായിരിക്കും.